60 വർഷക്കാലത്തെ ഒരു ഇടതുപക്ഷ ലെഗസി, അതിൽ നിന്നൊരു മോചനം തൃക്കരിപ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ കാസർഗോഡ് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണ് എന്നൊരു നറേറ്റീവ് ആദ്യമായിട്ട് തകർത്തത് ബഹുമാനായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ്. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തത്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയശില്പികളാണ് എൻ്റെ ചുറ്റും നിൽക്കുന്നത്. ഈ സമയത്ത് ഞാൻ അധികമായി സംസാരിക്കുന്നതിൽ ശരിയല്ല, പക്ഷേ ബഹുമാനായിട്ടുള്ള MP അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം തീർച്ചയായിട്ടും ഇക്കാര്യത്തിലുണ്ട്. അദ്ദേഹം തൃക്കരിപ്പൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം, ഒരുപക്ഷെ ഞങ്ങൾക്ക് ആർക്കുമുള്ളതിൽ കൂടുതൽ വിശ്വാസം പ്രകടിപ്പിച്ചയാളാണ് ബഹുമാനപ്പെട്ട MP. കാരണം അദ്ദേഹത്തിന് ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നുക്ക് ആൻഡ് കോർണർ സംബന്ധിച്ച് കൈവെള്ളയിലെ രേഖ പോലെ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുകയും ഇത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അത് കൊട്ടിക്കലാശത്തിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചയാളാണ്. ഒപ്പം എൻ്റയർ UDF ലീഡർഷിപ്പ്, ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ബഷീർ ചാ ഉൾപ്പെടെയുള്ള ശ്രീ രാജേന്ദ്രൻ വക്കീൽ അടക്കമുള്ള UDFൻ്റെ നേതൃത്വം, ആ നേതൃത്വം ഒറ്റക്കെട്ടായി ടീം UDF ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തു. തൃക്കരിപ്പൂരിലെ ഈ ഉജ്ജ്വല വിജയത്തിന് പുറകിൽ ആ UDFൻ്റെ ഈ കൂട്ടായ നേതൃത്വത്തിൻ്റെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP നൽകിയിട്ടുള്ള നേതൃത്വത്തിൻ്റെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം സാധ്യമായത്. ഒപ്പം AICC ലീഡർഷിപ്പ്, KPC ലീഡർഷിപ്പ്, ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാനിവിടെ സ്ഥാനാർത്ഥിയായ നിമിഷം തന്നെ അദ്ദേഹം പാണക്കാട് വെച്ച് പ്രഖ്യാപിച്ചത് ഇത് സന്ദീപ് കേവലം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൂടിയാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല അവരിവിടെ നേരിട്ട് വരികയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ഈ പ്രചരണത്തിൽ ലഭിക്കുകയും ചെയ്തു. വലിയ ഭാഗ്യമായിട്ട് കരുതിയാണ്. ഒപ്പം തന്നെ കേരളത്തിലെ മതസാമൂഹിക രംഗങ്ങളിലെ എല്ലാ വിഭാഗം ആചാര്യന്മാരും നേതാക്കളും നേതൃത്വവും തൃക്കരിപ്പൂരിൽ UDF വിജയിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെയുള്ളൊരു വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സമസ്ത വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചു എന്നാണ് ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വോട്ടിംഗ് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഒരു പിന്തുണ ലഭിച്ചു. ഒരുപക്ഷെ ഈ കള്ളവോട്ടിൻ്റെ വലിയ തോതിലുള്ള കള്ളവോട്ട് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇതിലും എത്രയോ ഇരട്ടിയാകേണ്ടതായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ കള്ളവോട്ടിനെയും മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, തൃക്കരിപ്പൂരിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് നൽകിയിട്ടുള്ള കുറേ വാഗ്ദാനങ്ങളുണ്ട്. അത് പാലിക്കുക എന്നുള്ളതും 60 വർഷമായി തുടരുന്ന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട MPയുമായി അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതുമായിരിക്കും ഞാൻ ചെയ്യുക. കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവും. ഒപ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ VPP മുസ്തഫ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടു കൂടി തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായി ഇൻക്ലൂസീവായി കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു MLA എന്താണെന്ന് അനുഭവഭേദ്യമാക്കി കൊടുക്കുന്ന രീതിയിൽ 5 വർഷം പ്രവർത്തിക്കാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഒരു കാരണവശാലും ഒരു MLAയെ കാണാൻ ഇനി മുതൽ അവർക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ലെറ്ററിൻ്റെയോ അല്ലെങ്കിൽ പിന്തുണയുടെയോ ആവശ്യം ഉണ്ടായിരിക്കില്ല. തൃക്കരിപ്പൂരിലെ ഏതൊരു ജനത്തിനും ഏതൊരാൾക്കും ഏത് സമയത്തും ബന്ധപ്പെടാവുന്ന, ഏത് സമയത്തും വിളിക്കാവുന്ന ഒരു ജനപ്രതിനിധിയായി അവർക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പോലെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട്. അവരുടെ എല്ലാം പാതകൾ പിന്തുടർന്നുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ കൂടി പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തൃക്കരിപ്പൂരിൻ്റേതായിട്ടുള്ള കാസർഗോഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കാനുള്ളൊരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വിഷയങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ മാധ്യമങ്ങളുടെ കൂടി പിന്തുണ ആവശ്യമുണ്ട്. ഈ പ്രചരണകാലത്തുടനീളം നിങ്ങൾക്കറിയാം പല വിധത്തിലുള്ള വിഷയങ്ങളും പ്രയാസങ്ങളും ഒക്കെ രാഷ്ട്രീയമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെല്ലാം മറന്നുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി ഞങ്ങൾക്ക് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ട്. നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPMൽപ്പെട്ട ആളുകളുടെയും പിന്തുണ വോട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഈ വിജയത്തിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തോടും അതിൻ്റെ ആയിരക്കണക്കായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആത്മാർത്ഥതയുള്ള അതിൻ്റെ പ്രവർത്തകർ ഈ രാവുകളെ പകലാക്കി മാറ്റിക്കൊണ്ട് കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച 6 പതിറ്റാണ്ട് കാലത്തെ അവരുടെ സ്വപ്നമാണ് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച ഈ തൃക്കരിപ്പൂരിലെ UDF പ്രവർത്തകർക്ക് ഞാൻ എൻ്റെ വിജയം സമർപ്പിക്കുകയാണ്. ഒപ്പം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ തന്നെ നൽകിയിട്ടുള്ള രക്തസാക്ഷികളുടെ മണ്ണുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്കിടെ
രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള ചീമേനിയിൽ ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളെ കൂടി ഈ സമയത്ത് സ്മരിക്കുകയാണ്. ഈ വോട്ടർമാർ മാറി ചിന്തിക്കാൻ കാരണമായ താങ്കളുടെ വിലയിരുത്തൽ തൃക്കരിപ്പൂരിൽ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് തീർച്ചയായിട്ടും വികസന മുരടിപ്പ് തന്നെയാണ്. 60 വർഷക്കാലമായിട്ട് തുടരുന്ന വികസന മുരടിപ്പ്, വികസന രാഹിത്യം ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തേത്, സംസ്ഥാനത്തുടനീളം കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായിട്ടും അധികാരം കിട്ടിയിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ പോയിട്ടുള്ള സർക്കാരിനെതിരെയുള്ളൊരു ജനവികാരം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, UDF നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനമുണ്ട്, ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളൊരു പ്രവർത്തനം. SIRമായി പോലും ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ UDF, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം അത് കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് കേരളത്തിലുടനീളം കിട്ടിയിട്ടുള്ളത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അതിൽ ആളുകളെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനം. ഒപ്പം സർക്കാരിൻ്റെ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, മലയോരത്തിലെ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇതെല്ലാം തീർച്ചയായിട്ടും UDFന് അനുകൂലമായിട്ടുള്ള ജനവികാരമായി കേരളത്തിലുടനീളം രൂപപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാസർഗോഡ് തൃക്കരിപ്പൂരിൻ്റെ മണ്ണിൽ ഒരു കസേര നൽകിയതിന് ഐക്യജനാധിപത്യ മുന്നണിയോട്, ഇരിക്കാനൊരു കസേര നൽകിയതിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്.